നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിവാഹ ദിനത്തിൽ നവവധുവിനും വരനും ആക്രമണം. പത്തനംതിട്ടയാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. സഹോദരങ്ങളായ 3 പേരുൾപ്പെടെ 4 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കീഴ്വായ്പൂർ പോലീസാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കല്ലുപാറ നെടുമ്പാറയിലായിരുന്നു ഈ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. വിവാഹശേഷം കാറിൽ വരന്റെ വീട്ടിലേക്ക് പോകുകയായിരുന്നു. അപ്പോഴാണ് ആക്രമണം ഉണ്ടായത്. വിവാഹ സംഘം സഞ്ചരിച്ച വാഹനം പ്രതികളിൽ ഒരാൾ സഞ്ചരിച്ച ബൈക്കിന് സൈഡ് കൊടുത്തില്ല എന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം ഉണ്ടായത്. കല്ലുപാറ നെടുമ്പാറ മണ്ണഞ്ചേരി മലയിൽ വീട്ടിൽ അഭിജിത്ത് അജി, സഹോദരന്മാരായ അഖിൽജിത്ത് അജി, അമൽജിത്ത് അജി, അതുപോലെ തന്നെ മയൂഖ് നാഥ് എന്നിവരാണ് അറസ്റ്റിലായത്. 27, 25, 22, 20 വയസ്സുള്ള പ്രതികളാണ് ഇത്തരത്തിലൊരു ആക്രമണം അഴിച്ചുവിട്ടത്. സൈഡ് കൊടുത്തില്ല എന്ന് ആരോപിച്ചായിരുന്നു ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. കാറിന്റെ മുന്നിൽ കയറി തടഞ്ഞു നിർത്തിയ ശേഷം 1-ാം പ്രതി അഭിജിത്ത് വധുവിനെയും വരനെയും ആക്രമിക്കുകയായിരുന്നു. അഭിജിത്ത് വിളിച്ചു വരുത്തിയ മറ്റു പ്രതികൾ കാറിന്റെ പിന്നിലെ ഗ്ലാസ് അടിച്ചു പൊട്ടിച്ചു. ഡോറുകൾക്ക് കേടുപാടുണ്ടാക്കി. പൊട്ടിയ ഗ്ലാസിന്റെ ചില്ലുകൾ വധുവിന്റെ ദേഹത്ത് വീഴുന്ന സാഹചര്യമുണ്ടായി. ഇത്തരത്തിൽ വളരെ ഭീതിതമായ അന്തരീക്ഷമാണ് ഈ പ്രതികൾ ഉണ്ടാക്കിയത്. കോട്ടയം കുറിച്ചി സ്വദേശിനിയായ നവവധുവിനും നവവരൻ മുകേഷ് മോഹനനും മർദ്ദനമേറ്റു. മുകേഷിന്റെ സുഹൃത്തുക്കളും പ്രതികളും തമ്മിൽ 1 വർഷം മുമ്പ് അഭിജിത്തിന്റെ കല്യാണ ദിനത്തിൽ അടിപിടി ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ വൈരാഗ്യം ഇരുകൂട്ടർക്കുമിടയിൽ നിലനിൽക്കുന്നുണ്ട് എന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്താൻ സാധിച്ചത്. പോലീസ് ഇൻസ്പെക്ടർ വിപിൻ ഗോപിനാഥിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുന്നത്. എന്തായാലും വിവാഹ ദിനത്തിൽ ഇങ്ങനെ സംഭവിച്ചത് വളരെ വലിയൊരു വേദനയായി മാറിയിരിക്കുകയാണ്. അതേസമയം വിവാഹ ദിനത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് ഉണ്ടാകുന്നത് ഒരു തുടർക്കഥ ആവുകയാണ്. നേരത്തെ സമാനമായൊരു സംഭവം കണ്ണൂരിലുണ്ടായി. അതൊരു മോഷണമായിരുന്നു. അതായത് വിവാഹ ദിനത്തിൽ നവവധുവിന്റെ സ്വർണം മോഷ്ടിച്ച വരന്റെ ബന്ധുവായ യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. കണ്ണൂർ കരുവള്ളൂരിലാണ് വിവാഹ ദിനത്തിൽ വധുവിന്റെ 30 പവൻ സ്വർണം മോഷണം പോയത്. തുടർന്ന് വേങ്ങാട് സ്വദേശി വിപിന അറസ്റ്റിലായി. സ്വർണത്തോടുള്ള ഭ്രമം കൊണ്ടാണ് താൻ മോഷ്ടിച്ചതെന്നാണ് യുവതി പോലീസിന് മൊഴി നൽകിയത്. പിടിക്കപ്പെടുമെന്ന് ഉറപ്പായതോടെ യുവതി സ്വർണം വീടിന് സമീപം ഉപേക്ഷിച്ചു. പലിയേരി സ്വദേശി കെ അർജുന്റെ ഭാര്യ കൊല്ലം സ്വദേശിനി ആർച്ചയുടെ സ്വർണ്ണാഭരണങ്ങളായിരുന്നു ഇത്തരത്തിൽ മോഷണം പോയത്. മെയ് 1-നായിരുന്നു ഇരുവരുടെയും വിവാഹം കഴിഞ്ഞ ശേഷം മുകളിലത്തെ നിലയിലെ കിടപ്പുമുറിയിലാണ് സ്വർണം സൂക്ഷിച്ചത്. എന്നാൽ അടുത്ത ദിവസം അലമാര പരിശോധിച്ചപ്പോൾ സ്വർണം മോഷണം പോയി. തുടർന്ന് നവവധു പയ്യന്നൂർ പോലീസിന് പരാതി നൽകി. കല്യാണ ദിവസമായ മെയ് 1 രാത്രി 7 മണിയോടെ ആണ് മോഷണം നടന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. പിടിക്കപ്പെടുമെന്നായപ്പോൾ ചൊവ്വാഴ്ച രാവിലെ വീട്ടുമുറ്റത്ത് കൊണ്ടുവച്ചു എന്നായിരുന്നു യുവതി പറഞ്ഞത്. പ്ലാസ്റ്റിക് കവറിൽ കെട്ടി വീടിന് സമീപം ഉപേക്ഷിച്ച നിലയിലായിരുന്നു സ്വർണം. കവർന്ന മുഴുവൻ സ്വർണ്ണാഭരണങ്ങളും കവറിലുണ്ടായിരുന്നു. സംഭവത്തിൽ പയ്യന്നൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിയിരുന്നു.